ഒരിക്കൽ രണ്ട് യുവാക്കന്മാർ തങ്ങളുടെ പള്ളികളിലെ അച്ഛന്മാരെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഒരു യുവാവ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പോൾ ഒരു പുതിയ അച്ഛൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഓരോ ഞായറാഴ്ചയും പ്രസംഗിക്കാനുള്ള വിഷയം ഞങ്ങൾ മുൻകൂർ പറയും. അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് അരമണിക്കൂർ സംസാരിക്കും. ഞങ്ങൾക്കത് വളരെ പ്രയോജനമാണ്. അപ്പോൾ മറ്റേ സഹോദരൻ അല്ലെങ്കിൽ മറ്റേ യുവാവ് ഇങ്ങനെ പറഞ്ഞു, ഏതായാലും നിങ്ങളുടെ അച്ഛനേക്കാൾ മിടുക്കൻ ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ്. നിങ്ങളുടെ അച്ഛന് നിങ്ങൾ മുൻകൂർ ഒരു വിഷയം കൊടുക്കണം. കൊടുത്താൽ തന്നെ അരമണിക്കൂർ മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്നാൽ ഞങ്ങളുടെ അച്ഛനെ സംബന്ധിച്ച് വിഷയമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും തന്നെ പ്രസംഗത്തിൽ വിഷയമൊന്നും കാണുകയുമില്ല. വിഷയം 1 മണിക്കൂർ സമയം സംസാരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിഷയം വെച്ച് അരമണിക്കൂർ സംസാരിക്കുന്ന അച്ഛനാണോ, ഒരു വിഷയവും ഇല്ലെങ്കിലും 1 മണിക്കൂർ സംസാരിക്കുന്ന അച്ഛനാണോ കേമൻ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ക്രൈസ്തവ ലോകത്തിൽ പലപ്പോഴും ഒരു വിഷയവും ഇല്ലെങ്കിൽ ഒരു വിഷമവും കൂടാതെ ധാരാളം സംസാരിക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയുള്ളൊരു പരിചയം, ആ ഒരു സുകുമാര കല എനിക്ക് വശമില്ലാത്തതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഏതെങ്കിലും വിഷയങ്ങളെ എടുത്താണ് സംസാരിക്കുന്നത്. സാധാരണ ഞാൻ തന്നെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കത്തേ ഉള്ളൂ. എന്നാൽ ഇപ്രാവശ്യം പ്രിയ സഹോദരൻ ഞാനിത് എടുക്കുന്ന വിഷയമായതുകൊണ്ടാണ് തോന്നുന്നു എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. ഇന്ന് തന്നെ അത് തീർക്കത്തക്ക നിലയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം 1 മണിക്കൂർ സമയം ഉണ്ടല്ലോ. അതുകൊണ്ട് ആ സമയം കൊണ്ട് തീർക്കാവുന്ന നിലയിലുള്ള ഒരു ചെറിയ പഠനമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ തുടർച്ചയായിട്ടൊക്കെ ഉള്ള പഠനങ്ങൾ എടുത്താലുള്ള കുഴപ്പം, ഞാൻ എല്ലാ മാസവും ഏറ്റവും കൂടിയാൽ ഒരാഴ്ച മാത്രമേ വരാൻ പറ്റുകയുള്ളൂ. പലപ്പോഴും അതിന് നടന്നൊന്നും വരികയില്ല. അതുകൊണ്ട് തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്ന് കണ്ട് തീർക്കത്തക്ക നിലയിൽ ഒരു ചെറിയ പഠനമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ മുഖ്യ വിഷയം എന്നത്. ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതി എന്ന പേരിൽ കർത്താവിനെ അവതരിപ്പിക്കുന്നു. അത് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാ പുസ്തകങ്ങളിലെയും, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും എല്ലാ പുസ്തകങ്ങളിലെയും കേന്ദ്ര ബിന്ദു കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 22:17 വരുമ്പോഴത്തേക്ക് നാം വായിക്കുന്നു, കർത്താവിന്റെ വാക്കുകളാണ്, ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. അങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ള പുസ്തകങ്ങൾ ഒരർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. നാം സാധാരണ ഇങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ഒരു മുറിവുണ്ടായാലും അല്ലെങ്കിൽ നാം മുറിച്ചു നോക്കിയാൽ അവിടെ എല്ലാം രക്തമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ വേദപുസ്തകത്തിന്റെ ഏത് ഭാഗം എടുത്താലും അവിടെയെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. കാരണം കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ഈ പുസ്തകത്തിന്റെ കേന്ദ്ര വിഷയം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 1:29 സ്നാപക യോഹന്നാൻ കർത്താവിനെ അവതരിപ്പിക്കുന്നുണ്ട്. നാം വായിക്കുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന അല്ലെങ്കിൽ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇംഗ്ലീഷിൽ നോക്കിയാൽ ബിഹോൾഡ് എന്നൊരു വാക്കാണ്. ഇതാ എന്നല്ല പറഞ്ഞത്, ഇതാ കണ്ടാലും എന്ന് പറഞ്ഞ ഒരു പുരുഷനെ, ആ വലിയ പുരുഷാരത്തിന് യോഹന്നാൻ കാണിച്ചു കൊടുക്കണം. ഇതാ കണ്ടാൽ, ഇതാ നോക്കിയാൽ. അപ്പോൾ എപ്പോഴും വേദപുസ്തകം യേശുക്രിസ്തുവിനെ നോക്കുവാനും യേശുക്രിസ്തു ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആവശ്യപ്പെടുകയാണ്. കൊലോസ് ലേഖനം 2:3 കർത്താവിനെ കുറിച്ച് പൗലോസ് എഴുതുന്നു, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. അപ്പോൾ എല്ലാം ഒരു ഖനിയിൽ സ്വർണ്ണഖനിയിൽ എല്ലാ കാര്യങ്ങളും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാറ്റിന്റെയും കേന്ദ്രബിന്ദു കർത്താവായ യേശുക്രിസ്തുവാണ്. കൊലോസ് 2:9 പൗലോസ് വീണ്ടും എഴുതുകയാണ്, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന്റെ സകല ഗുണവിശേഷങ്ങളും ഒരുമിച്ച് കാണണമെങ്കിൽ അത് ദേഹരൂപത്തിൽ പ്രത്യക്ഷമായത് യേശുക്രിസ്തുവിൽ കൂടെയാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവത്തെ കാണണമെങ്കിൽ, ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കണം. കാരണം അവനിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ എബ്രായർ 3:1 ഇങ്ങനെ പറയുന്നുണ്ട്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും നമ്മുടെ മഹാപുരോഹിതനുമായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കുക. അതുതന്നെ അതേ ആശയം എബ്രായർ 12:1-2 നാം വായിക്കുന്നുണ്ട്. അവിടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. ഇങ്ങനെയുള്ള ആഹ്വാനങ്ങൾ
പുതിയ നിയമത്തിൽ പലയിടത്തും കാണാൻ സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിവിശേഷമാണ് കർത്താവായ യേശുക്രിസ്തു. വാസ്തവത്തിൽ ബൈബിൾ എഴുതിയത് തന്നെ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനാണ്. വേദപുസ്തകത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്, അത് എഴുതപ്പെട്ട വചനമാണ്. കർത്താവ് ആരാണ്? ജീവനുള്ള വചനമാണ്. അപ്പോൾ ജീവനുള്ള വചനത്തിന്റെ എഴുതപ്പെട്ട വിശദീകരണമാണ് 66 പുസ്തകങ്ങളുള്ള തിരുവെഴുത്തെന്ന് നാം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിനെ പല നിലകളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2 ഒരു ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ടല്ലോ, ദൈവം പല നിലകളിൽ വെളിപ്പെടുത്തിയ പുരുഷൻ ആയ ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു തികഞ്ഞ പുരുഷനായിട്ട്, കേവലം പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യൻ മാത്രമല്ല, തികഞ്ഞ ദൈവമായിട്ട്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, ചരിത്രം പഠിക്കുമ്പോൾ പഴയ കാലങ്ങളിൽ ജീവിച്ചിരുന്ന തത്വചിന്തകന്മാരൊക്കെ ഒരു തികഞ്ഞ മനുഷ്യനെ അന്വേഷിച്ചവരാണ്. കർത്താവിന് മുമ്പ് ജീവിച്ചിരുന്ന BC 3-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന ഡയോജനീസ് എന്ന് പറയുന്ന ഒരു തത്വചിന്തനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഒരു നട്ടുച്ച സമയത്ത് അദ്ദേഹം ഒരു റാന്തൽ വിളക്കും കത്തിച്ചു പിടിച്ചുകൊണ്ട് ഏഥൻസിന്റെ തെരുവിൽ കൂടെ നടക്കുകയാണ്. കണ്ടവർ ചോദിച്ചു, ഈ നട്ടുച്ച സമയത്ത്, ഈ മധ്യാഹ്ന സൂര്യൻ ആകാശത്ത് കത്തിജ്വലിക്കുന്ന ഈ സമയത്ത് ഈ വിളക്കം പിടിച്ചുകൊണ്ട് താങ്കൾ എവിടെ പോകുകയാണ്? ഡയോജനസിന്റെ ഉത്തരം, ഞാനൊരു മനുഷ്യനെ തേടുകയാണ്. അവർ ചോദിച്ചു, ഞങ്ങൾ എല്ലാവരും മനുഷ്യരല്ലേ, പിന്നെ എന്തിനാണ് ഈ വിളക്കും കത്തിച്ചു പിടിച്ചുകൊണ്ട് മനുഷ്യനെ തേടുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു പൂർണ്ണ മനുഷ്യനെ ഞാൻ തേടുകയാണ്. അങ്ങനെ പഴയകാലത്ത് പണ്ഡിതന്മാരും തത്വചിന്തകന്മാരും ഒക്കെ അന്വേഷിച്ച ആ പരിപൂർണ മനുഷ്യനെയാണ് സുവിശേഷങ്ങളിൽ നാം കാണുന്നത്. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അവന്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ അത് നിസ്തുല്യമായിരുന്നു, അതുല്യമായിരുന്നു. യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തോടെ താരതമ്യം ചെയ്യുവാൻ വേറെ ഒരു വ്യക്തിയെയും ഈ ലോകത്തിൽ ആരും കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയുമില്ല. അത്ര അതുല്യമായ വ്യക്തിപ്രഭാവമാണ് കർത്താവായ യേശുക്രിസ്തുവിനുള്ളത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതുല്യതയുടെ ചില വശങ്ങൾ, ഒരു 6-7 വശങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഒരു വലിയ വിഷയം. ഞാൻ വളരെ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ മിക്കവാറും വാക്യങ്ങൾ ഞാൻ തന്നെ ഉദ്ധരിച്ചങ്ങ് പോകും, സമയം ലാഭിക്കാൻ വേണ്ടി. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കുകയുള്ളൂ. വേണ്ടവ ചില വാക്യങ്ങൾ കുറിച്ചാൽ മാത്രം മതി. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നാലെ വായിപ്പിച്ചുകൊള്ളാം. ഒന്നാമത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം. തന്റെ ജനനത്തിൽ താൻ അതുല്യനായിരുന്നു, നിസ്തുല്യനായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പരമഭക്തന്മാരായ പ്രവാചകന്മാരിൽ കൂടെ പരമോന്നതനായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന സ്ഥലം, ജനന വിധം, ജനന ഉദ്ദേശ്യം ഇതെല്ലാം വളരെ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ 200ഓളം പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ കർത്താവിനെ കുറിച്ചുണ്ട്. അതിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും നിറവേറുകയും ചെയ്തു. ഉദാഹരണം മാത്രം 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. യേശുക്രിസ്തു എവിടെയാണ് ജനിച്ചത്? നമുക്കെല്ലാം അറിയാം. എവിടെയാണ്? ബത്ലഹേമിലാണ് യേശുക്രിസ്തു ജനിച്ചത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മീഖ പ്രവാചകൻ ഇത് വളരെ കൃത്യമായി പ്രവചിച്ചു. മീഖ 5:2 പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, നീയോ ബത്ലഹേം എഫ്രാത്തെ. എഫ്രാത്ത എന്ന് പറയുന്നത് യഹൂദയുടെ മറ്റൊരു പേരാണ്. നീയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ഓർക്കണം, മീഖ ഈ പ്രവചനം നടത്തുന്ന കാലത്ത് പലസ്തീൻ നാട്ടിൽ 2 ബത്ലഹേമുകൾ ഉണ്ടായിരുന്നു. ഒന്ന് യഹൂദയിലെ ബത്ലഹേം, മറ്റൊന്ന് ഗലീലയിലെ ബത്ലഹേം. എന്നാൽ പ്രവാചകൻ വളരെ കൃത്യമായി പറഞ്ഞു, ഏതെങ്കിലും ഒരു ബത്ലഹേമിൽ അല്ല, പിന്നെയോ യഹൂദയിലെ ബത്ലഹേമിൽ തന്നെ കർത്താവായ യേശുക്രിസ്തു ജനിക്കും. ആ പ്രവചനം അതുപോലെ ചരിത്രത്തിൽ നിറവേറി. കർത്താവായ യേശുക്രിസ്തു ബത്ലഹേമിൽ തന്നെ ജാതനായി എന്ന് പുതിയ നിയമത്തിൽ നാം വായിക്കുന്നു. മാത്രമല്ല, തന്റെ ജനന വിധവും മുൻകൂട്ടി പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യശയ്യാവ് 7:14 പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. അതും അതുപോലെ നിറവേറി. നമുക്കറിയാം, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും ഓരോ പിതാക്കന്മാരാൽ ജനിപ്പിക്കപ്പെട്ടവരാണ്. സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ വംശാവലി പറയുമ്പോൾ ഏറ്റവും രസകരമായ കാര്യം, ആദ്യത്തെ 15 വാക്യങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു വാക്കുണ്ട്. എന്ത്? ജനിപ്പിച്ചു, ജനിപ്പിച്ചു, ജനിപ്പിച്ചു. 39 പ്രാവശ്യം ജനിപ്പിച്ചു, ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്
16 വാക്യത്തിൽ മത്തായി എഴുതുകയാണ്, എന്നാൽ യേശുക്രിസ്തുവിന് തന്നെ ഇവണ്ണമായിരുന്നു, അവളിൽ നിന്ന് എന്ന് വെച്ചാൽ മറിയയിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ജനിച്ചു എന്നാണ് പറയുന്നത്, ജനിപ്പിച്ചു എന്നല്ല. ഞാനിങ്ങനെ പറയട്ടെ, വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. നമ്മളാരും ജനിച്ചവരല്ല, ജനിപ്പിക്കപ്പെട്ടവരാണ്. മാതാവും പിതാവും നമുക്കുണ്ട്. എന്നാൽ യേശുക്രിസ്തു ഒരു പിതാവിനെ കൂടാതെ വിശുദ്ധ സന്തതിയായി, വിശുദ്ധ പ്രജയായി, പരിശുദ്ധാത്മാവിനാൽ ഈ ഭൂമിയിൽ ജാതനായവനാണ്. തന്റെ ജനനത്തിൽ താൻ നിസ്തുല്യനായിരുന്നു. അതുപോലൊരു ജനനം, ആ കന്യകാ ജനനം, അതുപോലൊരു ജനനം ലോകം ഇതുവരെ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. അവിടെയും തീരുന്നില്ല. ജനനത്തിന്റെ ഉദ്ദേശ്യവും പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായത്? യെശയ്യാ പ്രവാചകൻ എഴുതി, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു മരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. വീണ്ടും അതിന്റെ 12 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നു, അവൻ അനേകരുടെ പാപങ്ങൾ വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയാൽ തന്നെ. വളരെ വ്യക്തമായി ഒരു ദൃക്സാക്ഷി വിവരണം പോലെയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടത, ക്രൂശീകരണമൊക്കെ പ്രവാചകൻ വിവരിക്കുന്നത്. എന്തിനു വേണ്ടി കർത്താവ് ഈ ഭൂമിയിൽ വന്നു? സുവിശേഷങ്ങൾ നാം ധാരാളം വായിക്കുന്നു, ലേഖനങ്ങൾ വായിക്കുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. വളരെ വ്യക്തമായി പഴയ നിയമവും പുതിയ നിയമവും പഠിപ്പിക്കുന്നു, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് പരമോന്നതനായ ദൈവം പാപരഹിതനായ പവിത്രനായ ദൈവപുത്രനെ ഈ പാരിലേക്ക് പറഞ്ഞയച്ചത്. ഞാനിങ്ങനെ ചുരുക്കി പറയട്ടെ, അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ അനേകം പ്രവാചകന്മാരിൽ കൂടെ മുൻകൂട്ടി പറഞ്ഞതിന്റെ നിവൃത്തി എന്ന വണ്ണം കാലസമ്പൂർണതയിൽ കർത്താവായ യേശുക്രിസ്തു കന്യകയിൽ ജാതനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ഈ ഭൂമിയിൽ ജനിച്ച ആരുണ്ട്? എത്രയോ മത നേതാക്കന്മാരെ നാം കണ്ടിട്ടുണ്ട്, ചരിത്ര പുരുഷന്മാരുണ്ട്. അവരുടെ ആരുടെയും ജനനത്തെക്കുറിച്ച് ഇതുപോലെ പ്രവചനങ്ങളില്ല. അങ്ങനെ നിസ്തുല്യമായ ഒരു ജനനത്തിന്റെ ഉടമയായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവിടെയും തീരുന്നില്ല, തന്റെ ജീവിതത്തിലും താൻ തികച്ചും നിസ്തുല്യനായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതം പരിശോധിച്ചുള്ള എല്ലാവരും ഒരുപോലെ തന്റെ ശത്രുക്കളും മിത്രങ്ങളും സമ്മതിക്കുന്ന ഒരു വാസ്തവമുണ്ട്. എന്താണത്? യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി. വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തു പലസ്തീൻ നാട്ടിൽ നെടുകയും കുറുകയും സഞ്ചരിച്ചപ്പോൾ വിശുദ്ധി ആൾ രൂപം ധരിച്ച് ആ പലസ്തീൻ നാട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ വിശുദ്ധനായ ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ ജനനത്തിന് മുമ്പ് തന്നെ ഗബ്രിയേൽ ദൂതൻ മറിയോട് പറയുന്നുണ്ട്, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കോസ് 1:35. ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, അവൻ വിശുദ്ധ പ്രജയാണ്, അവൻ ദൈവപുത്രനാണ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? പലപ്പോഴും ദൈവപുത്രൻ എന്നുള്ള വാക്ക് എന്ന് സാധാരണക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പലപ്പോഴും നാം യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ ചിലർ നമ്മൾ ചോദിക്കാറുണ്ട്, ദൈവത്തിന് ഭാര്യയുണ്ടോ മകനുണ്ടോ എന്ന്. ഓർക്കുക, ദൈവപുത്രൻ സമം ദൈവം എന്നാണ് വേദപുസ്തകത്തിന്റെ അർത്ഥം. ദൈവപുത്രൻ എന്നുള്ളൊരു സ്ഥാനപ്പേരാണ്. ദൈവതുല്യൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പുത്രനാണ് പിതാവിനെ വെളിപ്പെടുത്തുന്നത്. പിതാവിനെ വെളിപ്പെടുത്തുന്നവൻ എന്ന അർത്ഥത്തിലാണ് യേശുക്രിസ്തുവിനെ പുത്രൻ എന്ന് വിളിക്കുന്നത്. അവൻ നിത്യപുത്രനാണ്. അല്ലാതെ ദൈവത്തിൽ നിന്ന് ഏതോ ഒരു സമയത്ത് ജനിച്ചവനല്ല യേശുക്രിസ്തു എന്ന് നാം തിരിച്ചറിയണം. കർത്താവ് വിശുദ്ധ പ്രജയാണ്, ദൈവപുത്രനാണ്. തീർന്നില്ല, കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ വരുന്ന വിവരം മത്തായി 3 നാം വായിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ വന്നവരെല്ലാം 3:6 നാം വായിക്കുന്നത് പോലെ എങ്ങനെയാണ് സ്നാനമേറ്റത്? എല്ലാവരും തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാനമേറ്റു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു സ്നാനമേൽക്കാൻ വരികയാണ്. യോഹന്നാൻ സ്നാനപ്പെടുത്താൻ തടസ്സമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു സ്നാനമേറ്റപ്പോൾ അവൻ പാപങ്ങൾ യാതൊന്നും ഏറ്റുപറഞ്ഞതായി നാം വായിക്കുന്നില്ല. മറ്റുള്ള എല്ലാ മനുഷ്യരും അവരവർ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരസ്യമായി സ്നാനമേറ്റു. കർത്താവായ യേശുക്രിസ്തു ഒരു പാപവും ഏറ്റുപറയാതെ സ്നാനമേറ്റു. എന്തുകൊണ്ട്? ഏറ്റുപറയുവാൻ അവന്റെ ജീവിതത്തിൽ പാപങ്ങൾ ഒന്നും ഇല്ലായിരുന്നു. അതാണ് കാരണം. മത്തായി 6 നാം വായിക്കുന്നു, കർത്താവ് ഒരു പ്രാർത്ഥന
തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. കർത്തൃപ്രാർത്ഥന എന്നാണ് പൊതുവെ അതിനെ വിളിക്കുന്നത്. വാസ്തവത്തിൽ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞ് കർത്താവ് ഒരു പ്രാർത്ഥന, ഒരു മാതൃകാ പ്രാർത്ഥന അവർക്ക് ചൊല്ലിക്കൊടുത്തു. എന്നാൽ ആ പ്രാർത്ഥന ഒരിക്കൽ പോലും ശിഷ്യന്മാരോട് കൂടെ ചേർന്ന് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുകയോ അതിനാമേൻ പറയുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, അത് ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്. കർത്താവിന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? കാരണം വ്യക്തമാണ്. അതിലൊരു വാചകം ഇങ്ങനെയാണ്: ഞങ്ങളുടെ പാപങ്ങളെ, അഥവാ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടെ കടങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാപങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തു പാപരഹിതനായ പരിശുദ്ധനായ ദൈവമാണ്. തൃത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രനെ ഒരിക്കലും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. താൻ ഒരിക്കലും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുമില്ല. കർത്താവ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി ഏകനായിട്ടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്താണത് വ്യക്തമാക്കുന്നത്? താൻ തികച്ചും പാപരഹിതനായിരുന്നു. ഒരിക്കൽ താൻ തന്റെ ശത്രുക്കളായ യഹൂദന്മാരെ വെല്ലുവിളിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. യോഹന്നാൻ 8:48, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും? ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ ഇന്ന് ജീവിക്കുന്നവരോ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്നവരോ ആയിട്ടുള്ള ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വെല്ലുവിളി എവിടെയെങ്കിലും ഉയർത്തുവാൻ സാധിക്കുമോ, സാധിച്ചിട്ടുണ്ടോ? ഒരിക്കലും സാധ്യമല്ല. കാരണം നാം എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാപങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ധൈര്യമായി തന്റെ ശത്രുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ മുമ്പിൽ നിർനിമേഷരായി, നിശ്ചലരായി ഒരു സ്തൂപം പോലെ, സ്റ്റാച്യു പോലെ നിൽക്കുകയല്ലാതെ, ഗുരു അങ്ങയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ യാതൊരു പാപവും ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു വെല്ലുവിളി വേറെ ആരും ലോകചരിത്രത്തിൽ ഉയർത്തിയിട്ടും ഇല്ല. ഒരിക്കൽ ഒരു ഒലിമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യെരുശലേമിനെ നോക്കി കർത്താവ് കരഞ്ഞതായിട്ട് നാം വായിക്കുന്നു. ലൂക്കോസ് 19. അവന് യെരുശലേമിനെ നോക്കി കരഞ്ഞു. എന്താണ് കരയാൻ കാരണം? യെരുശലേമിന്റെ പാപത്തെ ഓർത്ത് കരയുകയായിരുന്നു. ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് യെരുശലേമിന്റെ പാപത്തെ ഓർത്ത് നമ്മുടെ കർത്താവ് കരഞ്ഞതായിട്ട് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ ഒരിക്കൽ പോലും സ്വന്തം പാപത്തെ ഓർത്ത് കർത്താവ് കരഞ്ഞിട്ടില്ല. കാരണം തന്റെ ജീവിതത്തിൽ ഒരു പാപവുമില്ലായിരുന്നു. ഒടുവിലായി ക്രൂസിൽ കിടക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക കൊണ്ട് എവരോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 23:34. എവരോട് ക്ഷമിക്കണമെന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. എന്നാൽ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നോട് ക്ഷമിക്കണമെന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ള കാരണം ക്ഷമ കിട്ടത്തക്ക നിലയിൽ, ക്ഷമ ആവശ്യമായ നിലയിൽ ഒരു പാപവും തന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഇങ്ങനെ ഉദാഹരണങ്ങൾ പറയുവാൻ ധാരാളമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പാപരാഹിത്യത്തിന്റെ പരിശുദ്ധിക്ക് തന്റെ ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. 3 വർഷക്കാലം കൂടെ നടന്നിട്ട് 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാ ഒടുവിൽ എന്താണ് പറഞ്ഞത്? ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് കാണിച്ചു കൊടുത്തതെന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് അവൻ കെട്ടി ഞാൻ ചത്ത് കളഞ്ഞത്. കർത്താവിനെ വിസ്തരിച്ച പിലാത്തോസ്, റോമൻ ഗവർണർ, എന്താണ് പറഞ്ഞത്? താൻ 1 2 3 വട്ടം പറഞ്ഞു, ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല, ഇവൻ മരണയോഗ്യമായി യാതൊന്നും ചെയ്തിട്ടില്ല. പിലാത്തോസിന്റെ ഭാര്യ ക്ലൗദിയ എന്നാണ് ആ സ്ത്രീയുടെ പേര്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ചരിത്രം പറയുന്നുണ്ട്. എന്താണ് പിലാത്തോസിനോട് പറഞ്ഞത്? ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം പുറജാതി ലോകത്തിന്റെയൊക്കെ സാക്ഷ്യമാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ചില പ്രസിദ്ധരായ ഹൈന്ദവ ശ്രേഷ്ഠന്മാരൊക്കെ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനായ രാജാറാം മോഹൻ റായ് തന്റെ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ച്: അവൻ പ്രകാശം പോലെ പരിശുദ്ധനാണ്, ആട്ടിൻകുട്ടി പോലെ വിശുദ്ധനാണ്, അവനാണ് ഇസ്രയേലിന്റെയും പുറജാതികളുടെയും ആത്മീയ യജമാനനും കർത്താവും. താനൊരു വിശ്വാസിയായി തീർന്നില്ല, ക്രിസ്ത്യാനിയായി തീർന്നില്ല, എങ്കിലും യേശുക്രിസ്തുവിന്റെ ചരിത്രം പഠിച്ചപ്പോൾ തനിക്ക് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബഹുമാനം കൊണ്ട് താൻ പറയുകയാണ്, യേശുക്രിസ്തു പ്രകാശം പോലെ പരിശുദ്ധനാണ്, ആട്ടിൻകുട്ടി പോലെ വിശുദ്ധനാണ്. അതുപോലെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് നമ്മുടെ സാധാരണ പറയുന്ന സ്വാമി വിവേകാനന്ദ സ്വാമികൾ. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, താൻ ബൈബിളിലെ ഒരു ചരിത്രം വായിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എഴുതി: ആ ബഥാന്യയിലെ മറിയ ആ സ്വച്ഛരമാംസി തൈലം കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പാദങ്ങൾ കഴുകി. താൻ എഴുതിയിരിക്കുന്നത്: അല്ലയോ നസ്രയനായ യേശുക്രിസ്തുവേ, അങ്ങ് ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ആ മറിയ
സ്വച്ഛയുടെ മാംസി തൈലം കൊണ്ട് അങ്ങയുടെ പാദങ്ങൾ കഴുകിയല്ലോ. ഞാൻ തൈലം കൊണ്ടല്ല, എന്റെ ഹൃദയ രക്തം കൊണ്ട് തന്നെ അങ്ങയുടെ പാദങ്ങൾ കഴുകുമായിരുന്നു. ഇതെല്ലാം എന്താണ് വെളിവാക്കുന്നത്? യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. കർത്താവിന്റെ ശിഷ്യന്മാരെന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാവുന്ന വാക്യങ്ങൾ അങ്ങ് ഉദ്ധരിച്ചു പോകാം. പൗലോസ് എഴുതി, അവൻ പാപം അറിയാത്തവനാണ്, അവൻ പാപം അറിഞ്ഞിട്ടില്ല. പത്രോസ് എഴുതി, അവൻ പാപം ചെയ്തിട്ടില്ല. യോഹന്നാൻ എഴുതി, അവനിൽ പാപമില്ല. എബ്രായ ലേഖനകാരൻ എഴുതുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. എങ്ങനെയുള്ള മഹാപുരോഹിതൻ? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇത്രയും വലിയൊരു സാക്ഷ്യം യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചല്ലാതെ ആരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ പറയുവാൻ സാധിക്കും? ഞാൻ ആ ഭാഗം വിടട്ടെ. കർത്താവായ യേശുക്രിസ്തു തന്റെ ജനനത്തിൽ നിസ്തുല്യനായിരുന്നു, അതുപോലെ ജീവിതത്തിലും നിസ്തുല്യനായിരുന്നു. തീർന്നില്ല, തന്റെ ഉപദേശത്തിലും താൻ നിസ്തുല്യൻ, ഉപദേശത്തിലും പ്രവർത്തിയിലും എല്ലാം നിസ്തുല്യനായിരുന്നു. യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങൾ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മത്തായി 5:6-7 പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം. ആ ഗിരിപ്രഭാഷണത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടിന്റെ പല്ലവി പോലെ കർത്താവ് പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണ്? ഞാനോ നിങ്ങളോട് പറയുന്നത്. പഴയ കാലത്ത് മോശ പറഞ്ഞത്, നിങ്ങളുടെ ഗുരുക്കന്മാർ പറഞ്ഞത് പലതും നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നതെന്ന ആമുഖ പ്രസ്താവനയോടെ കർത്താവ് അനേക കാര്യങ്ങൾ പുതുതായി പഠിപ്പിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പുരുഷാരം എന്താണ് പറഞ്ഞത്? അവൻ വളരെ അധികാരത്തോടെ സംസാരിക്കുന്നു. ഞങ്ങളുടെ പ്രമാണിമാരെ പോലെ, ഞങ്ങളുടെ ഗുരുക്കന്മാരെ പോലെ അല്ല, അവൻ അധികാരത്തോടെ സംസാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നാം നോക്കുമ്പോൾ 7 പ്രാവശ്യം ഞാൻ ആകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ച് തന്നെ വലിയ പ്രത്യേകതയുണ്ട്. കാരണം എപ്പോഴൊക്കെ ഞാൻ ആകുന്നു എന്ന് കേൾക്കുമോ അപ്പോഴൊക്കെ അവർക്ക് പഴയ നിയമത്തിലെ സംഭവം ഓർമ്മ വരും. ഒരിക്കൽ മുൾപ്പടർപ്പിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മോശ ഒരു ചോദ്യം ചോദിച്ചു, ദൈവമേ നിന്റെ പേരെന്താണ്? എന്താണ് ദൈവം പറഞ്ഞത്? ഞാനാകുന്നവൻ ഞാൻ ആകുന്നു. അപ്പോൾ ആ വാസ്തവത്തിൽ അതിന്റെ പ്രതിധ്വനിയാണ് സുവിശേഷങ്ങളിൽ നാം കാണുന്നത്. എപ്പോഴൊക്കെ കർത്താവ് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞുവോ അപ്പോഴൊക്കെ അവർക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ ദൈവം മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. അതുപോലെ തന്നെ താൻ പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഇതുപോലെയുള്ള അവകാശവാദങ്ങൾ ലോകചരിത്രത്തിൽ ആരാണ് ഉയർത്തിയിട്ടുള്ളത്? ഇങ്ങനെയുള്ള ആരെങ്കിലും ഒരാളെ കാണിച്ചിരാമെങ്കിൽ ഞാൻ എന്റെ പ്രസംഗം ഇപ്പോൾ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ താല്പര്യം, പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ, അവകാശവാദങ്ങൾ ഒക്കെ നിസ്തുല്യനായിരുന്നു, അതുല്യനായിരുന്നു. യേശുവിനെ പോലെ യേശു മാത്രം. തന്റെ പ്രസംഗങ്ങൾ, തന്റെ ഉപദേശങ്ങൾ എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. തന്റെ ഉപദേശത്തിൽ മാത്രമല്ല, തന്റെ അത്ഭുത പ്രവൃത്തികളിലൊക്കെ താൻ നിസ്തുല്യനാണ്. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല, അതൊക്കെ നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നതാണ്. 4, തന്റെ മരണത്തിലും താൻ നിസ്തുല്യനായിരുന്നു. എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ജനിച്ചുപോയി, അതുകൊണ്ട് പിന്നങ്ങ് മരിക്കുകയാണ്. മരണം ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട്. എന്നാൽ മരിക്കുവാൻ വേണ്ടി ജനിച്ചവനാണ് മരണമില്ലാത്ത ദൈവപുത്രൻ യേശുക്രിസ്തു. താൻ ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ മരിക്കുവാൻ വേണ്ടിയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം ചിലരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഒരു യാദൃച്ഛികമായ സംഭവമല്ല, ഒരു അപ്രതീക്ഷിത മരണവുമായിരുന്നില്ല, ഒരു അപകട മരണമായിരുന്നില്ല. പിലാത്തോസിനും യഹൂദന്മാർക്കും പറ്റിയ ഒരു കൈപ്പിഴവല്ലായിരുന്നു യേശുക്രിസ്തുവിന്റെ മരണം. ഒരു പടി കൂടെ കടത്തി പറഞ്ഞാൽ ഗാന്ധിജിയുടെ മരണം പോലെ ഒരു രക്തസാക്ഷി മരണവും അല്ലായിരുന്നു. പിന്നെ എന്താണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ സവിശേഷത? പൗലോസ് എഴുതുന്നുണ്ട് 1 കൊരിന്ത്യർ 15 യേശുക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല നിത്യതയിൽ ദൈവം തന്റെ തിരുനിർണയത്തിൽ തീരുമാനിച്ചതും പഴയ നിയമ കാലഘട്ടത്തിൽ അനേകം പ്രവാചകന്മാരിൽ കൂടെ മുൻകൂട്ടി പറഞ്ഞതും ചരിത്രത്തിൽ കാലസമ്പൂർണതയിൽ നിറവേറപ്പെട്ടതുമായ അതുല്യമായ മരണമായിരുന്നു യേശുക്രിസ്തുവിന്റെ മരണം. അത് തിരുവെഴുത്തുകളിൻ പ്രകാരമുള്ള മരണമായിരുന്നു, അല്ലാതെ യാദൃച്ഛികമായി സംഭവിച്ചതല്ല, ഒരു അപകട മരണം അല്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം അതിന് തൊട്ടുമുമ്പുള്ള വിസ്താരമൊക്കെ നാം നോക്കിയാൽ അവിടെയെല്ലാം നീതിയുടെയും നിയമത്തിന്റെയും ഒക്കെ നഗ്നമായ ലംഘനം നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തുവിനെ യഹൂദന്മാർ അറസ്റ്റ് ചെയ്ത് ഒരു രാത്രിയിലാണ്. വാസ്തവത്തിൽ യഹൂദ നിയമവും റോമാ നിയമവും അനുസരിച്ച് ഒരിക്കലും ഒരു കുറ്റവാളിയെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യുവാൻ പാടില്ല.
ഇനി അഥവാ അബദ്ധത്തിൽ അറസ്റ്റ് ചെയ്താലും രാത്രിയിൽ വിസ്തരിക്കുവാൻ പാടില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തപ്പെട്ടു. രാത്രിയിൽ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, രാത്രിയിൽ തന്നെ മതകോടതികൾ വിസ്തരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തീർന്നില്ല, 5 ന്യായാധിപന്മാർ 6 പ്രാവശ്യം മാറി മാറി നമ്മുടെ കർത്താവിനെ വിസ്തരിച്ചു. ഏറ്റവും ഒടുവിൽ പിലാത്തോസാണ് വിസ്തരിക്കുന്നത്. താൻ 2 പ്രാവശ്യം വിസ്തരിച്ചിട്ട് 3 പ്രാവശ്യം താൻ പരസ്യമായി പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല, ഇവൻ മരണയോഗ്യമായി യാതൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇങ്ങനെ ഒരു പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ട് അടുത്ത വാചകത്തിൽ, അടുത്ത ശ്വാസത്തിൽ പിലാത്തോസ് പറയുകയാണ്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. റോമൻ നിയമമാണ് ഇന്നുള്ള നിയമങ്ങളുടെയൊക്കെ മാതാവെന്ന് പൊതുവെ അറിയപ്പെടുന്നത്. റോമൻ നിയമം അനുസരിച്ച് അതിൽ ഇങ്ങനൊരു നിയമമുണ്ട്: 1000 കുറ്റവാളികൾ വെറുതെ വിടപ്പെട്ടാലും ഒരു നീതിമാൻ, ഒരു നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. വളരെ വ്യക്തമായിട്ട് ഈ നിയമം അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പിലാത്തോസിന് അറിയാം. പിലാത്തോസ് കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. പിലാത്തോസ് ഗവർണറാണ്, ന്യായാധിപനാണ്. ഇത് വ്യക്തമായിട്ട് അറിയാമായിരുന്ന പിലാത്തോസ് ആ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് നീതിയുടെയും ന്യായത്തിന്റെയും ലംഘനം നടത്തി. താൻ പറഞ്ഞു, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷേ യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. ഇങ്ങനെ ഒരു ന്യായവിധി ലോക ചരിത്രത്തിൽ ഒരു ന്യായാധിപനും ഒരു കുറ്റവാളിയെക്കുറിച്ചും ഒരിക്കലും നടത്തിയിട്ടില്ല. അങ്ങനെ നീതിയുടെയും ന്യായത്തിന്റെയും ലംഘനം, സകല മാനുഷിക നീതികളുടെയും ലംഘനമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത്. തീർന്നില്ല, ദൈവിക നീതിയുടെ ലംഘനം നാം കാണുകയാണ്. എന്താണ് ദൈവത്തിന്റെ നീതി? ദൈവത്തിന്റെ നീതി ബൈബിൾ പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഇതാണ് ദൈവത്തിന്റെ നീതി. അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഒരു പാപവും ചെയ്യാത്ത പരിശുദ്ധനായ ദൈവപുത്രന് എങ്ങനെ മരിക്കാൻ കഴിയും? പാപം ചെയ്യുന്നവൻ മാത്രമേ മരിക്കുവാൻ പാടുള്ളൂ. അതാണ് ദൈവത്തിന്റെ നീതി, നിയമം. ആ നീതി ഇവിടെ ലംഘിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. അതിനൊരു സമാധാനം 2 കൊരിന്ത്യർ 5:21 പൗലോസ് എഴുതുന്നുണ്ട്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് എന്ന് പറഞ്ഞാൽ നമ്മെ നീതിമാന്മാരാക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി, അഥവാ പാപയാഗമാക്കി എന്ന് പറഞ്ഞാൽ മുഴുമാനവരാശിയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപം എല്ലാം, പാപത്തിന്റെ ശിക്ഷ മുഴുവൻ പിതാവായ ദൈവം പുത്രന്റെ മേൽ ചുമത്തിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പുത്രന് മരിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് കർത്താവ് മരിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞു, എന്റെ ജീവനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, തിരികെ പ്രാപിക്കാനും എനിക്ക് അധികാരമുണ്ട്. അല്ലാതെ ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് ഗതിയില്ലാതെ മരിച്ചതല്ല. അവൻ സ്വയം തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അതിനെ തിരികെ പ്രാപിക്കുകയായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം പോലെ നിസ്തുല്യമായൊരു മരണം ലോകം ഇതുവരെ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. തീർന്നില്ല, മരണം കൊണ്ട് എല്ലാവരുടെയും ചരിത്രം അവസാനിക്കും. യേശുക്രിസ്തുവിന്റെ ചരിത്രം അങ്ങനെ അവസാനിക്കുന്നില്ല. 5ാമത്, തന്റെ ഉയർത്തെഴുന്നേൽപ്പിലും താൻ നിസ്തുല്യനായിരുന്നു. തന്റെ ജനനത്തിൽ നിസ്തുല്യനായിരുന്നു, തന്റെ ജീവിതത്തിൽ നിസ്തുല്യനായിരുന്നു, ഉപദേശത്തിൽ നിസ്തുല്യനായിരുന്നു, മരണത്തിൽ നിസ്തുല്യനായിരുന്നു, ഉയർത്തെഴുന്നേൽപ്പിലും താൻ നിസ്തുല്യനായിരുന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അതോട് ചേർത്ത് പറഞ്ഞു, അവരെന്നെ കൊല്ലും, യഹൂദന്മാരെന്നെ പിടിക്കും, അവരെന്നെ കൊല്ലും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതും വളരെ വ്യക്തമായി താൻ മുൻകൂട്ടി പറഞ്ഞു. ശിഷ്യന്മാർക്ക് പലപ്പോഴും അത് മനസ്സിലായില്ല. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായില്ല. അവർ വിചാരിച്ചു ദൈവാലയത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അങ്ങനെ മുൻകൂട്ടി പറഞ്ഞതുപോലെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. എങ്കിലും 3-ാം ദിവസം പ്രഭാതത്തിൽ താൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ താൻ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ആ റോമൻ ഗവൺമെന്റ് യഹൂദന്മാരും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തടയാൻ വേണ്ടി തങ്ങളാൽ ആവോളം പരിശ്രമിച്ചു. റോമൻ മുദ്രയോടെ വെച്ചു. ആ കല്ലറയ്ക്ക് മുമ്പിൽ ഏതാണ്ട് 1.5 ടൺ ഭാരമുള്ള വലിയൊരു കല്ല് ഉരുട്ടി നീക്കി വെച്ചു. റോമൻ മുദ്ര ഇട്ട് റോമൻ പടയാളികൾ അവർ ഷിഫ്റ്റ് വെച്ച് അവർ കാവൽ നിൽക്കുകയാണ്. കണ്ണിൽ എണ്ണ ഒഴിച്ച് കയ്യിൽ കുന്തവുമായി അവർ കാവൽ നിന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ കാവൽ നിന്നെങ്കിലും ആ ഉയർപ്പ് തടയാൻ ശ്രമിച്ചെങ്കിലും 3-ാം ദിവസം പ്രഭാതത്തിൽ കർത്താവ് മുൻകൂട്ടി പറഞ്ഞതുപോലെ ആ കല്ലറയെ ഭേദിച്ച് റോമൻ മുദ്രയെ പൊട്ടിച്ച് മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ആ കടം വാങ്ങിയ കല്ലറ അരിമത്യയിലെ യോസഫിന് മടക്കിക്കൊടുത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വിജയശ്രീ ലാളിതനായി കല്ലറയ്ക്ക് പുറത്തു വന്നു. ഇന്നും നമുക്ക് പലസ്തീൻ നാട്ടിൽ ചെന്നാൽ ഈ കല്ലറ കാണാൻ കഴിയും.
ഒരു ഒഴിഞ്ഞ കല്ലറ ഇന്നും അവിടെയുണ്ട്. ആ കല്ലറ, ഒഴിഞ്ഞ കല്ലറ മൗനമെങ്കിലും വാചാലമായി എന്താണ് പ്രഖ്യാപിക്കുന്നത്? അവൻ ഇവിടെയെല്ലാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനുണ്ട്, വോൾട്ടയർ, നിരീശ്വരവാദിയായ തത്വചിന്തകൻ. താൻ ക്രിസ്ത്യാനികളെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ഒരു ഒഴിഞ്ഞ കല്ലറയുടെ ഓർമ്മയിൽ സന്തോഷിക്കുന്നവരാണ്. ക്രിസ്ത്യാനികളുടെ കുഴപ്പം എന്താണ്? അവർ ഒഴിഞ്ഞ കല്ലറയുടെ ഓർമ്മയിൽ സന്തോഷിക്കുന്നവരാണ്. താനൊരു പരിഹാസമായിട്ടാണ് അത് പറഞ്ഞതെങ്കിലും നമുക്കറിയാം, നാം അതൊരു അഭിനന്ദനമായി പ്രശംസയായിട്ട് ഏറ്റെടുക്കുന്നവരാണ്. എന്താണ് കാരണം? ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞു പോയിട്ടുള്ള അനേകം മതസ്ഥാപകരുണ്ട്, അനേകം മഹാന്മാരുണ്ട്, അനേകം നേതാക്കന്മാരുണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, അവരുടെ എല്ലാം കല്ലറകൾ ഈ മണ്ണിന്റെ പരപ്പിൽ അടഞ്ഞുകിടക്കുമ്പോൾ നാം വിശ്വസിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രം ഇന്നും തുറന്നു കിടക്കുകയാണ്. അത് മൗനമെങ്കിലും വാചാലമായി ലോകത്തോടെല്ലാം പ്രഖ്യാപിക്കുന്ന വാസ്തവം ഇതാണ്, അവനിവിടെയെല്ലാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ പാടുന്ന പോലെ, ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്ന കല്ലറയിൽ നമ്മൾ ഉന്നതനെ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് പ്രത്യേകത. അതുകൊണ്ട് ഈ ഒഴിഞ്ഞ കല്ലറയുടെ ഓർമ്മയിൽ നാം സന്തോഷിക്കുന്നവരാണ്. അത് നമ്മെ സംബന്ധിച്ച് ഒരു പരിഹാസമല്ല, അതൊരു അഭിനന്ദനമാണ്, പ്രശംസയാണ്. അത് പ്രശംസയായിട്ട് നാം ഏറ്റെടുത്ത് കർത്താവിന് സ്തോത്രം പറയുന്നവരാണ്. നമ്മുടെ കർത്താവിന്റെ കല്ലറ മാത്രം ഇന്നും തുറന്നു കിടക്കുകയാണ്. ബാക്കി എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ കർത്താവ് താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. മഹാത്മാഗാന്ധി മരിച്ചു. തന്റെ ചിതാഭസ്മം അടക്കിയ രാജ്ഘട്ടിൽ 3-ാം ദിവസം ഇന്ത്യയുടെ ഗാനഗോകുലമായിരുന്ന സരോജിനി നായിഡു ചെന്ന് ഒരു പ്രാർത്ഥന കഴിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. താൻ എന്താണ് പ്രാർത്ഥിച്ചെന്ന് അറിയാമോ? അല്ലയോ ബാപ്പുജി, ഇത് 3-ാം ദിനമല്ലേ, അങ്ങ് ഉയർത്തെഴുന്നേൽക്കുകയില്ലയോ? പാവം സരോജിനി നായിഡു വിചാരിച്ചു, ഗാന്ധിജി മഹാനായ വ്യക്തിയാണ്, അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. സരോജിനി നായിഡുവിന്റെ പ്രാർത്ഥന വനരോധനമായി മാറി. ഗാന്ധിജി ഉയർത്തെഴുന്നേറ്റില്ല, ഉയർത്തെഴുന്നേൽക്കാൻ പറഞ്ഞുമില്ല. ഇന്നും ആ രാജ്ഘട്ടിൽ ആ കല്ലറ അടഞ്ഞു കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രം തുറന്ന കല്ലറയാണ്. ആ തുറന്ന കല്ലറ ഒരു സത്യം ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. താൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, താൻ ഉയരത്തിൽ വാഴുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, തുടർന്ന് 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് തെറ്റിക്കൂടാത്ത പല അടയാളങ്ങളാൽ താൻ തെളിയിച്ചു എന്നാണ് നാം വായിക്കുന്നത്. പുസ്തകത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ ഉയർത്തെഴുന്നേറ്റെന്നുള്ളത് കേവലം ഒരു മായക്കാഴ്ചയല്ല. അനേക പ്രാവശ്യം ശിഷ്യന്മാർക്ക് താൻ പ്രത്യക്ഷനായി. ഏതാണ്ട് 10ഓളം പ്രത്യക്ഷതകൾ നാം വായിക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല നിലകളിൽ വളരെ വ്യക്തമായി ശിഷ്യന്മാർക്ക് തെളിയിച്ചു കൊടുത്തു. ഒരു പ്രാവശ്യം പ്രത്യക്ഷനായപ്പോൾ തോമാസ് കൂടെ ഇല്ലായിരുന്നു. തോമാസ് പറഞ്ഞു, ഞാൻ അവനെ കാണാതെ, അവന്റെ ആണിപ്പഴുതിൽ വിരലിടാതെ വിശ്വസിക്കുകയില്ല. ആ തോമാസിന് വേണ്ടിയും കർത്താവ് പ്രത്യക്ഷനാകുകയാണ്. പ്രത്യക്ഷനായപ്പോൾ ആണിപ്പഴുതിൽ വിരലിടാനൊന്നും തോമാസ് ശ്രമിക്കുന്നില്ല. തോമസ് പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങനെ താൻ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പല നിലകളിൽ തെളിയിച്ചു. പലരും പറയാറുണ്ട് യേശുക്രിസ്തുവിന്റെ ശരീരം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. അതാണ് യഹൂദന്മാർ പറഞ്ഞു വരുത്തിയ കള്ളക്കഥ. ശിഷ്യന്മാർ ഞങ്ങൾ ഉറങ്ങുമ്പോൾ മോഷ്ടിച്ചുകൊണ്ട്, പലപ്പോഴും എനിക്കത് വായിക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. പടയാളികൾ പറയുകയാണ് ഈ കള്ളക്കഥ, ശിഷ്യന്മാര് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ മോഷ്ടിച്ചുകൊണ്ടുപോയി. അവർ ഉറങ്ങിയെങ്കിൽ അവരുടെ തല പോകുന്ന പ്രശ്നമാണ്. റോമൻ നിയമം ഇന്നത്തെ നിയമം പോലെയല്ല. ഒരു പടയാളിയെ ഒരു കാര്യം ഏൽപ്പിച്ച് ആ പടയാളി അത് വസ്തു സൂക്ഷിച്ചില്ലെങ്കിൽ, നഷ്ടപ്പെട്ടാൽ അവരുടെ തലയാണ് പോകുന്നത്. അവിടെ ഉറങ്ങാൻ പറ്റുകയില്ല. ഇനി ഉറങ്ങി നിങ്ങൾ സങ്കല്പിക്കുക, ശിഷ്യന്മാർ വന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി. ശിഷ്യന്മാർ ഭയങ്കര ധീരന്മാരായിരുന്നല്ലേ? നമുക്കറിയാമല്ലോ പത്രോസിന്റെ ഒക്കെ ധൈര്യം. പണ്ടൊരാൾ പറഞ്ഞു, പേടിയുള്ളവരല്ല എന്റെ ചുറ്റും വന്ന് നിൽക്കാൻ പറഞ്ഞു. പേടിയുള്ളവരല്ല എന്റെ ചുറ്റും വന്ന് നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം ആർക്കാണ് പേടി കൂടുതലെന്ന് മനസ്സിലായല്ലോ. പത്രോസാണ് അവരുടെ ലീഡർ. പത്രോസിന്റെ ധൈര്യം നമുക്കറിയാം. ഒരു ബാല്യക്കാരത്തി പെൺകുട്ടിയുടെ മുമ്പാകെ യേശുക്രിസ്തുവിനെ അറിയത്തില്ലെന്ന് ആണയിടുവാനും പ്രാകുവാനും തുടങ്ങിയ പത്രോസാണോ ഈ രാത്രിയിൽ ഈ പടയാളികൾ കാവൽ നിൽക്കുന്നിടത്ത് എന്ന് ഈ ശരീരം മോഷ്ടിക്കുന്നത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് പോലും പോകാൻ പേടിയായിരുന്നു അവർക്ക്. പിന്നെയും അവർ മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ പോയി മോഷ്ടിക്കുന്നത്? അടഞ്ഞ കല്ലറ എങ്ങനെ തുറന്നു? അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ദൂതന്മാർ വന്ന് കല്ല് നീക്കി. ശ്രദ്ധിക്കണം, ആ കല്ല് നീക്കിയത് കർത്താവിന് പുറത്തു വരാൻ വേണ്ടിയല്ല, പിന്നെയോ ശിഷ്യന്മാർക്ക് അകത്ത് കയറാൻ വേണ്ടിയാണ്. കർത്താവിന് പുറത്തു വരാൻ വേണ്ടി കല്ല് നീക്കേണ്ട ആവശ്യമില്ല. തേസ്കരിക്കപ്പെട്ട ശരീരമാണ്.
എന്നാൽ ശിഷ്യന്മാർക്ക് അകത്ത് കയറി അവിടെ ശരീരമില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ദൂതന്മാരാണ് കല്ല് നീക്കുന്നത്. ദൂതന്മാർ കല്ല് നീക്കുന്ന വായിക്കുന്ന ഒരു ദൂതൻ ആ കല്ലിന്റെ പുറത്ത് ഇരുന്നു എന്നാണ് വായിക്കുന്നത്. അങ്ങനെ തുറന്ന കല്ലറ, ആ തുറന്ന കല്ലറ ഇന്നും ലോകത്തോട് സാക്ഷ്യം പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, താൻ ജീവിച്ചിരിക്കുന്നു തെളിയിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 40 ദിവസം കഴിഞ്ഞപ്പോൾ താൻ സ്വർഗാരോഹണം ചെയ്തു. ശിഷ്യന്മാരെല്ലാം കാണുക സ്വർഗാരോഹണം ചെയ്തു. ഒടുവിൽ 6ാമത്തെ പ്രത്യേകതയിലേക്ക് ഞാൻ പോകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിലും നിസ്തുല്യനാണ്. മടങ്ങി വരവിലും നിസ്തുല്യനാണ്. താൻ മരിച്ചു എന്ന് മാത്രമല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റെന്ന് മാത്രമല്ല, സ്വർഗാരോഹണം ചെയ്തു എന്ന് മാത്രമല്ല, തന്റെ മടങ്ങി വരവിലും നിസ്തുല്യനാണ്. താൻ പറഞ്ഞു താൻ മടങ്ങി വരും എന്ന്. ഈ ഭൂമിയിലെ അനേകം മഹാന്മാർ മരിച്ചപ്പോൾ ശിഷ്യന്മാർ അരികെന്ന് ചോദിച്ചിട്ടുണ്ട്, ഗുരു അങ്ങ് എങ്ങോട്ട് പോവുകയാണ്? അവർക്കാർക്കും പ്രത്യാശയുടെ പോട്ട് പ്രതീക്ഷയുടെ വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല. മുഹമ്മദ് നബി മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ അരികെ വന്ന് ചോദിച്ചു. നബി പറഞ്ഞു ഞാൻ പോകുകയാണ്. അവർ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത്? താങ്കൾ സ്വർഗത്തിലേക്കാണോ പോകുന്നത്? താൻ കൈമലർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ആർക്കറിയാം, അള്ളാഹിക്കറിയാം എന്നാണ് പറഞ്ഞത്. മുഹമ്മദ് നബിക്ക് പോലും ഞാൻ സ്വർഗത്തിൽ പോകുന്ന ഒരു പ്രതീക്ഷയില്ല, പിന്നെ തന്നെ അനുഗമിക്കുന്നവരുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് മൺമറഞ്ഞിട്ടുള്ള ഒരു മത നേതാവും ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുകയാണെന്ന് ഉറപ്പോടെ പറഞ്ഞ് പോയിട്ടില്ല, മടങ്ങി വരുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ വ്യക്തമായി കൃത്യമായി വാഗ്ദാനം ചെയ്തിട്ട് കടന്നുപോയ ആരുണ്ട്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല. തന്റെ 2ാം വരവിലും താൻ തികച്ചും നിസ്തുല്യനാണ്. തീർന്നില്ല. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ആകാശത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ്, ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പ്രത്യക്ഷനായ ദൂതൻ പറയുന്നുണ്ട്, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും, വീണ്ടും വരുമെന്ന് വാഗ്ദാനവും കൊടുത്തു. പിന്നെ എത്രയെത്ര വാഗ്ദാനങ്ങൾ പുതിയ നിയമത്തിലുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിലും നിസ്തുല്യൻ തന്നെയാണ്. ഞാനൊരു ചരിത്ര സംഭവത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. 20ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനും വേദപണ്ഡിതനുമാണ് ഡോക്ടർ ഹാരി റിമ്മർ. ഡോക്ടർ ഹാരി റിമ്മർ ഒരിക്കൽ കെയ്റോ, ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോ യൂണിവേഴ്സിറ്റി സന്ദർശിക്കുകയാണ്. ഒരു ഞായറാഴ്ച ദിവസം അവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഒരു ചെറിയ സംവാദം അറേഞ്ച് ചെയ്തു, ഒരു സ്നേഹ സംവാദം. ഒരു വശത്ത് ഡോക്ടർ ഹാരി റിമ്മർ, മറുവശത്ത് ഇസ്ലാം പണ്ഡിതന്മാരുടെ ഒരു നീണ്ട നിര. അവർ തന്നെ അറേഞ്ച് ചെയ്തതാണ്. അവർ ആദ്യം ഡോക്ടർ ഹാരി റിമ്മറിന് സംസാരിക്കാൻ അവസരം കൊടുത്തു. അവർ പറഞ്ഞു, താങ്കളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയണം, ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും പറയാം, ഇതൊരു ഞായറാഴ്ച ദിവസമാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംവാദം അറേഞ്ച് ചെയ്തു. അപ്പോൾ ഡോക്ടർ ഹാരി റിമ്മർ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഒരു പുസ്തകത്തിന്റെ ആളുകളാണ്. വി ആർ ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്. ഞങ്ങൾക്കൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകം അനുസരിച്ചാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. ആ പുസ്തകത്തിന്റെ പേരാണ് ബൈബിൾ. ഞങ്ങൾ പുസ്തകത്തിന്റെ ആളുകളാണ്. ഇത് കേട്ടപ്പോൾ അടുത്ത വാചകം പറയാൻ അവർക്കാണ് അവസരം. അവർ പറഞ്ഞു, അല്ലയോ ഹാരി റിമ്മർ, ഞങ്ങളും നിങ്ങളെപ്പോലെയാണ്. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഖുർആനുണ്ട്. ഞങ്ങളും പുസ്തകത്തിന്റെ ആളുകളാണ്, ഞങ്ങൾക്ക് പുസ്തകമുണ്ട്. വീണ്ടും ഹാരി റിമ്മർ പറഞ്ഞു, ഞങ്ങൾക്ക് പുസ്തകം മാത്രമല്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു പുരുഷനുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ പുസ്തകത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പുരുഷനുണ്ട്, യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങളുടെ വിശ്വാസത്തിനുമെല്ലാം ആധാരം. ഇത് പറഞ്ഞപ്പോൾ വീണ്ടും ഇസ്ലാം പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലയോ ഹാരി റിമ്മർ, ഞങ്ങളും നിങ്ങളെപ്പോലെയാണ്. നിങ്ങൾക്ക് ഈസാ നബിയെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുഹമ്മദ് നബിയുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്കൊരു പുരുഷനുണ്ട്, ഞങ്ങൾക്കൊരു പുരുഷനുണ്ട്. അദ്ദേഹം 3ാമത് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണെങ്കിലും മനുഷ്യപുത്രനായി വന്നപ്പോൾ താൻ ക്രൂശിൽ മരിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഈസാ നബി മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത് മുഹമ്മദ് നബിയും മരിച്ചു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ നബിയും മരിച്ചു, ഞങ്ങളുടെ നബിയും മരിച്ചു, പിന്നെ എവിടെയാണ് വ്യത്യാസം? ഹാരി റിമ്മർ വീണ്ടും തുടർന്നു, ഞങ്ങളുടെ ഗുരു മരിക്കുക മാത്രമല്ല, താൻ വാഗ്ദാനം ചെയ്തതുപോലെ, താൻ നേരത്തെ പറഞ്ഞതുപോലെ 3ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു.
ഇത്രയും സമയം ഞങ്ങളും നിങ്ങളും ഒരുപോലെയാണെന്ന് പറഞ്ഞ ഇസ്ലാം പണ്ഡിതന്മാരുടെ മുഖം വാടി. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് തുല്യമായി യാതൊന്നും ചൂണ്ടിക്കാണിക്കുവാൻ അവരുടെ കൈവശമില്ലായിരുന്നു. അവർ മ്ലാനവദനരായി ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഹാരി റിമ്മർ, ഞങ്ങൾക്ക് അതിന് തുല്യമായിട്ടൊന്നും പറയാനില്ല. കാരണം ഞങ്ങളുടെ നബി ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല, ഇന്നും തന്റെ ശവകുടീരം മക്കയിലുണ്ട് എന്ന് പറഞ്ഞു. ഹാരി റിമ്മർ വീണ്ടും തുടർന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ആരാധ്യപുരുഷനായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, താൻ വീണ്ടും വരും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ സവിശേഷത. ഇത് പറഞ്ഞപ്പോൾ നേരത്തെ തന്നെ മ്ലാനവദനരായ ഇസ്ലാം പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഹാരി റിമ്മർ, അതിന് തുല്യമായി പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷേ നിങ്ങളെപ്പോലെ ഞങ്ങളും വിശ്വസിക്കുന്നത് ഈസാ നബി മടങ്ങി വരുമെന്നാണ്. മുഹമ്മദ് നബി മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളും കാത്തിരിക്കുന്നത് ഈസാ നബിക്ക് വേണ്ടിയാണ്. ആ സംവാദം അവിടെ അവസാനിച്ചു. ഞാൻ പ്രിയപ്പെട്ടവരെ പറഞ്ഞതിന്റെ താല്പര്യം, യേശുക്രിസ്തുവിന് തുല്യനായ യേശുക്രിസ്തു മാത്രം. ചിലർ പറയാറുണ്ട് ശ്രീ യേശു, ശ്രീരാമൻ, ശ്രീനാരായണ ഗുരു, എല്ലാവരെയും ശ്രീ ചേർത്താണല്ലോ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ചിലരെ 2 സ്ത്രീയൊക്കെ ചേർത്ത് പറയണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അപ്പോൾ എന്നാൽ അങ്ങനെ ഒരു സ്ത്രീ ചേർത്ത് ബഹുമാനിച്ച് അവസാനിപ്പിക്കാവുന്ന വ്യക്തിത്വമല്ല യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം. യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിലായി കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു സവിശേഷതയോടെ ഞാൻ പറയട്ടെ, തന്റെ രൂപാന്തര ശക്തിയിലും താൻ നിസ്തുല്യനാണ്. രൂപാന്തര ശക്തി. ബാക്കിയുള്ള അനേക മഹാന്മാർ കടന്നു വന്ന് പലതും പഠിപ്പിച്ച് കടന്നുപോയി. അവരുടെയൊന്നും പഠനങ്ങൾ കൊണ്ട് വലിയ രൂപാന്തരമൊന്നും വ്യക്തികൾക്ക് വന്നിട്ടില്ല. അനേകം മതങ്ങളുണ്ടാക്കിയ ആളുകളെ ചേർത്തു. പക്ഷേ വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിനാണ് കഴിഞ്ഞിട്ടുള്ളത്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പലരും അവനെ തച്ചനെന്ന് വിളിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ അവൻ തച്ചനല്ല, സാക്ഷാൽ പെരുന്തച്ചനാണ്. മനുഷ്യ ജീവിതങ്ങളെ പണിയുന്ന പെരുന്തച്ചൻ. അല്ലാതെ സാധാരണ കട്ടിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ജനലുണ്ടാക്കുന്ന ആശാരിയല്ല. അവൻ സാക്ഷാൽ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന പെരുന്തച്ഛനാണ്. താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇന്നും അനേകരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണത് വ്യക്തമാക്കുന്നത്? താൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. ജീവിക്കാത്തൊരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുകയില്ല. നമ്മുടെ കർത്താവ് എത്രയോ എത്രയോ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി. അത് തന്നെ വലിയൊരു വിഷയമാണ്. വേദപുസ്തകത്തിലെ ഉദാഹരണം തന്നെ പറയാം. ശൗലിനെ കുറിച്ച് നാം വായിക്കുന്നു. തർസോസിലെ ശൗൽ, താൻ യേശുക്രിസ്തുവിന്റെ ആജന്മ ശത്രുവായിരുന്നു. ക്രിസ്തു മാർഗത്തെ ഈ ഭൂമിയിൽ നിന്ന് മുച്ചൂടും മുടിച്ച് നശിപ്പിക്കാൻ വേണ്ടി വളരെ പരിശ്രമിച്ച വ്യക്തി. എന്നാൽ അപ്പോസ്തലർ 9 നാം വായിക്കുന്നു, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് മുതൽ തന്റെ ജീവിതം ഒരു പുതിയ ജീവിതമായിട്ട് മാറി. താൻ ആകപ്പാടെ രൂപാന്തരപ്പെട്ടു. താൻ യേശുക്രിസ്തുവിന്റെ ആജീവനാന്ത ശിഷ്യനായിട്ട് മാറുകയാണ്. പിന്നെ പൗലോസ് എഴുതി, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അത്ര. എത്രയോ വലിയ രൂപാന്തരം. AD 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മറ്റൊരു വ്യക്തിയാണ് അഗസ്തിനോസ്. അഗസ്തിനോസിനെ കുറിച്ച് പറയുന്നത്, തന്റെ മാതാവ് വളരെ ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു, മോനിക്ക. എന്നും കണ്ണുനീരോടെ മകന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ 33-ാം വയസ്സുവരെ വളരെ ദുർമാർഗിയായി അറിയപ്പെടുന്ന എല്ലാ പാവങ്ങളും ചെയ്ത് ഈ യുവാവ് ജീവിച്ചു. മാതാവ് എപ്പോഴും പറയും അവനോട് ബൈബിൾ വായിക്കണമെന്ന്. വായിച്ചില്ലെങ്കിലും വായിച്ചാലും ഇരിക്കട്ടെ ഒരു ബൈബിൾ എന്ന് വിചാരിച്ച് ഈ അഗസ്തിനോസിന്റെ മുറിയിൽ ഒരു ബൈബിൾ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ താൻ മദ്യപാനത്തിന് വേണ്ടി ഒരു ക്ലബിൽ, നിശാ ക്ലബിലൊക്കെ പോയി മദ്യപിച്ചിട്ട് വന്ന് അല്പം നേരത്തെ അന്ന് കടന്നു വന്ന് ഒരു സന്ധ്യാസമയത്ത് തന്റെ വീട്ടിൽ ആ കട്ടിലേൽ കിടക്കുകയാണ്, അർത്ഥബോധാവസ്ഥയിൽ. ഇങ്ങനെ കിടന്നപ്പോൾ അടുത്ത വീട് ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ വീടായിരുന്നു. ആ ക്രിസ്തീയ ഭവനത്തിൽ നിന്ന് സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥനയുടെ പാട്ട് കേൾക്കുന്നു. ലത്തീൻ ഭാഷയിലുള്ള ഒരു പാട്ടാണ്. ആ പാട്ടിന്റെ കോറസിന്റെ അർത്ഥം ഇത്രയുമേ ഉള്ളൂ, എടുത്തു വായിക്കുക. ടോലെ ലെഗോ എന്നൊരു പാട്ടാണ് കേൾക്കുന്നത്. അതിന്റെ അർത്ഥം എടുത്തു വായിക്കുക. അഗസ്തിനോസ് ബെന്യാമിനെ കേൾക്കുകയാണ്, എടുത്തു വായിക്കുക. ഇത് അടുത്ത വീട്ടിലെ പാട്ടാണെന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. താൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. തനിക്ക് തോന്നി തന്നോട് ദൈവം നേരിട്ട് സംസാരിക്കുകയാണ്, എന്തെങ്കിലും എടുത്തു വായിക്കണം. എന്താണ് വായിക്കുന്നത്? താൻ അവിടെയൊക്കെ നോക്കിയപ്പോൾ ആകപ്പാടെ ആ മേശപ്പുറത്തുള്ളത് ഈ ബൈബിൾ മാത്രമാണ്. താൻ ആയത്തിൽ ബൈബിൾ കൈകൊണ്ട് തൊട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. എങ്കിലും എടുത്തു വായിക്കുക. ഈ കോറസ് പിന്നെയും വരികയാണ്. താൻ ബൈബിൾ പതുക്കെ തുറന്നു. വെറുതെ ഒരു ഭാഗം എടുത്തതാണ്. റോമാലേഖനം 13-14 വാക്യങ്ങളാണ് തന്റെ കണ്ണിൽ പെട്ടത്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും അല്ല,
ശയന മോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും അല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ അഗസ്റ്റിൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. തനിക്ക് തോന്നിയത് ദൈവം നേരിട്ട് സംസാരിക്കാമെന്ന്. കാരണം അവിടെ പറയുന്ന എല്ലാ പാപങ്ങളും ചെയ്തുകൊണ്ടാണ് 33 വയസ്സ് വരെ താൻ ജീവിച്ചത്. അപ്പോൾ അത് യാദൃച്ഛികമായിട്ടാണ് ആ വാക്യം വായിച്ചതെന്ന് ചിന്തിക്കാൻ അഗസ്റ്റിന് കഴിഞ്ഞില്ല. തന്റെ മാതാവ് പലപ്പോഴും തന്റെ സുവിശേഷം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സുവിശേഷം എന്താണെന്ന് അറിയാം. തനിക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് കണ്ണുനീരോടുകൂടെ തന്റെ മുട്ടിന്മേൽ നിന്ന് കട്ടിലിനരികിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അഗസ്റ്റിൻ സ്വീകരിച്ചു. പിന്നെയുള്ള ചരിത്രം വേറൊരു ചരിത്രമാണ്. ഇന്ന് ചരിത്രകാരന്മാർ അഗസ്റ്റിനെ വിളിക്കുന്നത് സെയിന്റ് അഗസ്റ്റിൻ എന്നാണ്, വിശുദ്ധനായ അഗസ്റ്റിനോസ്. എന്നാൽ അഗസ്റ്റിന് രൂപാന്തരം വന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം മുഖാന്തരമാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഞാൻ ഒരു ചരിത്ര സംഭവം കൂടെ പറഞ്ഞ് ആ ഭാഗം വിടുവാൻ ആഗ്രഹിക്കുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നടന്നൊരു സംഭവം. ഇംഗ്ലണ്ടിൽ നിന്ന് ചില ആളുകൾ ഈ നരവംശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെക്കുറിച്ച് തന്നെ പഠിക്കുന്ന ശാസ്ത്രമുണ്ട്. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെയാണ്. എന്നാൽ മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. അങ്ങനെയുള്ള ചില നിരീശ്വരവാദികളായ കുറെ ശാസ്ത്രജ്ഞന്മാർ ഒരിക്കൽ ആഫ്രിക്കയിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെ അവർ പല ഗ്രൂപ്പായിട്ടൊക്കെ തിരിഞ്ഞ് ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ എന്നപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ആഫ്രിക്കയുടെ വനാന്തരത്തിൽ മനുഷ്യവാസം ഇല്ലെന്ന് കരുതിയ ഒരു സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വനത്തിന്റെ അന്തർഭാഗത്ത് ഒരു പാറപ്പുറത്തിരുന്ന് ഒരു കറുത്ത മനുഷ്യൻ ഒരു ബൈബിൾ വായിക്കുന്നു. ഒരു പുതിയ നിയമം, ഈ ഗിഡിയൻസിന്റെ ബൈബിൾ കണ്ടിട്ടുണ്ടല്ലോ, ഗിഡിയൻസ് ബൈബിൾ, അതൊരു ചെറിയ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നു. ഇദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ഈ കുഗ്രാമത്തിൽ ഒരു പരിഷ്കാരമില്ലാത്ത സ്ഥലത്ത് ഈ മനുഷ്യരിൽ എങ്ങനെയാണ് ഈ ബൈബിൾ കിട്ടിയത്? ഇദ്ദേഹം ഒരു നിരീശ്വരവാദിയുമാണ്, ഈ ശാസ്ത്രജ്ഞൻ. ഇദ്ദേഹം അവിടെ ചെന്നു. ഏതായാലും ഇംഗ്ലീഷ് ബൈബിൾ ആണല്ലോ വായിക്കുന്നത്. ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ആരംഭിച്ചു. ചോദിച്ചു, പേരൊക്കെ ചോദിച്ചു, താങ്കൾ എന്താണ് വായിക്കുന്നത്? ബൈബിൾ. എങ്ങനെ കിട്ടി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ, ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ മിഷണറി എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ കടന്നു വന്നു, ഞങ്ങളോട് സുവിശേഷം പറഞ്ഞു, ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളായി. അദ്ദേഹമാണ് ഈ ബൈബിൾ തന്നത്. അപ്പോൾ ഈ നിരീശ്വരവാദിയായ ശാസ്ത്രജ്ഞൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഞങ്ങളാരും ബൈബിളൊന്നും വായിക്കാറില്ല, ഇത് വെറും കെട്ടുകഥയാണ്. ഇതിൽ പറയുന്ന യേശുക്രിസ്തു ഒരു ചരിത്രപുരുഷനല്ല, അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും വായിച്ച് സമയം കളയരുത് എന്നൊരു ഉപദേശവും ഇദ്ദേഹത്തിന് കൊടുത്തു. ഈ കറുത്ത മനുഷ്യൻ ഒന്നും പറഞ്ഞില്ല, അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ സായിപ്പിനെ വിളിച്ചുകൊണ്ട് തന്റെ ഒരു കുടിലിന്റെ പിന്നിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ വലിയ 3 കല്ലുകൾ. ഇപ്പോൾ അടുപ്പൊന്നും അങ്ങനെ ഇല്ലല്ലേ, അടുപ്പുകളെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അടുപ്പ് പഴയ കാലത്തെ അടുപ്പൊക്കെ കൂട്ടാൻ വേണ്ടി കല്ലുകൾ വെക്കുമല്ലോ, 3 കല്ലുകൾ. അതുപോലെ 3 വലിയ കല്ലുകൾ. അതിന്റെ പുറത്തൊരു വലിയ കലം, നമ്മുടെ കുട്ടുവെന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ പറയാം, അതുപോലത്തെ വലിയൊരു പാത്രം ഇരിപ്പുണ്ട്. അതിനടുത്ത് വലിയൊരു കുഴിയുണ്ട്. ഇതെല്ലാം ഈ സായിപ്പിനെ കാണിച്ചു. എന്നിട്ട് സായിപ്പിനോട് ചോദിച്ചു, ഇതെന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഈ കറുത്ത മനുഷ്യൻ തന്റെ ചരിത്രം പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പൂർവികമായിട്ട് നരഭോജികളാണ്, കാനിബാൾസ് എന്ന് പറയും. ഞങ്ങൾ പൂർവ്വപിതാക്കന്മാരൊക്കെ മനുഷ്യരെ പിടിച്ചു നിന്നാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളത്. ഞങ്ങളും അങ്ങനെയൊക്കെയാണ് ജീവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ആരെങ്കിലും ഈ സ്ഥലത്തല്ലാത്ത ആളുകൾ ആരെങ്കിലും ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് കുശാലാണ്. അവരെ പിടിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും, അതിനപ്പുറത്തൊരു പാറയെ കാണിച്ചത് പറഞ്ഞ് ഈ പാറയിൽ അടിച്ച് ആ ആളിനെ കൊല്ലും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരം ഞങ്ങൾ ഈ വലിയ കലത്തിലിട്ട് പുഴുങ്ങി തിന്നിട്ട് അസ്ഥികൾ ആ കുഴിയിലേക്ക് വലിച്ചെറിയും. ഇങ്ങനെയാണ് നൂറ്റാണ്ടുകൾ ഞങ്ങൾ ഈ കാട്ടിൽ ജീവിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഇതിന് മാറ്റം വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ നാട്ടിൽ നിന്നൊരു മിഷണറി ഇവിടെ കടന്നു വന്ന് ദൈവസ്നേഹത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങൾക്ക് ബൈബിൾ തന്നു, സുവിശേഷം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദൈവമക്കളായ ക്രിസ്ത്യാനികൾ. അതിനുശേഷമാണ് ഈ രീതി, ഈ ആഹാര രീതിയൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചത്. പിന്നെ ഇതൊക്കെ ഈ കലവും ഈ പാറയും കുഴിയൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സ്മാരകമായിട്ട് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഈ പുസ്തകം കെട്ടുകഥയാണെന്ന്, നിങ്ങൾ പറയുന്നു യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന്. നിങ്ങളോട് തർക്കിക്കാനുള്ള പരിജ്ഞാനമൊന്നും എനിക്കില്ല. പക്ഷെ ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. നിങ്ങൾ കെട്ടുകഥ എന്ന് പറയുന്ന ഈ പുസ്തകം എന്റെ കയ്യിലും നിങ്ങൾ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുന്ന യേശുക്രിസ്തു എന്റെ ഹൃദയത്തിലും ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങളെ പിടിച്ച് ഈ പാറയിൽ അടിച്ചുകൊന്ന് നിങ്ങളുടെ ശരീരം ഈ കുട്ടുകത്തിൽ പുഴുങ്ങി തിന്നിട്ടുള്ള അസ്ഥികൾ ഞാൻ ആ കുഴിയിലേക്ക് വലിച്ചെറിയുമായിരുന്നു. ഇത്രയും കേട്ടപ്പോൾ പിന്നെ ഈ സായിപ്പിന് പിന്നെ എന്ത് പറയണമെന്ന് അറിയത്തില്ല.
താൻ ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. താൻ പറഞ്ഞു, സഹോദര ക്ഷമിക്കണം, താങ്കൾ ബൈബിൾ വായിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എങ്ങനെ താൻ അവിടെ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, എത്രയോ നരഭോജികളെ ഈ സുവിശേഷം കർത്താവായ യേശുക്രിസ്തു രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ടാണ് അന്ന് സായിപ്പ് രക്ഷപ്പെട്ട് പോയത്. ഞാൻ പറഞ്ഞത്, പലപ്പോഴും പലരും വിചാരിക്കുന്ന വിദ്യാഭ്യാസം കൂടുമ്പോൾ ഇതെല്ലാം തെറ്റാണ്, കെട്ടുകഥയാണ്. അനേക മനുഷ്യർ, എത്രയോ കൊടും പാപികളെ ഒറ്റ നിമിഷം കൊണ്ട് ആ കർത്താവായ യേശുക്രിസ്തു പുണ്യവാളനാക്കി തീർത്തിട്ടുണ്ട്. ക്രൂശിലെ കള്ളന്റെ കാര്യം നമുക്കറിയാമല്ലോ. ഇന്ന് നീ എന്നോട് പറുദീസയിലേക്കെന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ പേര്, നമ്മുടെ നാട്ടിലെ ഉദാഹരണം തന്നെ എത്രയോ നമുക്ക് പറയാനുണ്ട്. ജയിലിലൊക്കെ കിടന്ന മദ്രാസിലെ മോഹന ഗീതാകൃഷ്ണൻ, മണികണ്ഠൻ നായർ, വെള്ളത്തുവൽ സ്റ്റീഫൻ, ഇങ്ങനെ എത്രയോ ഉദാഹരണം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. എത്രയോ ജീവിതങ്ങളെ കർത്താവായ യേശുക്രിസ്തു രൂപാന്തരപ്പെടുത്തി. യേശുക്രിസ്തു നിസ്തുല്യനാണ്. ഞാൻ ആ ഭാഗം ഇങ്ങനെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കട്ടെ. തന്റെ ജനനത്തിൽ താൻ നിസ്തുല്യനായിരുന്നു, തന്റെ ജീവിതത്തിൽ നിസ്തുല്യനാണ്, മരണത്തിൽ നിസ്തുല്യനായിരുന്നു, ഉയർത്തെഴുന്നേൽപ്പിലും അതുപോലെ മടങ്ങി വരവിലും മാത്രമല്ല, നാം ഒടുവിൽ കേട്ടതുപോലെ തന്റെ രൂപാന്തര ശക്തിയിലും എല്ലാം താൻ നിസ്തുല്യനാണ്. യേശുക്രിസ്തുവിന് തുല്യനായ യേശുക്രിസ്തുവും മാത്രം. ശരി, ഇങ്ങനെയുള്ളൊരു കർത്താവിനെയാണ് ബൈബിൾ വരച്ചു കാട്ടുന്നത്. ഈ കർത്താവിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? റോമർ 10:9 നാം വായിക്കുന്ന പോലെ, യേശുവിനെ കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇതല്ലാതെ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും രക്ഷയ്ക്കായിട്ടില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ കരസ്ഥമാക്കുക. ഇന്നെന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോ പ്രായമുള്ളവരോ ആരെങ്കിലും ഇപ്രകാരം യേശുക്രിസ്തുവിനോട് ക്രിയാത്മകമായി പ്രതികരിച്ച് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഏക കർത്താവും ഏകദൈവവും ഏകരക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് ചെയ്ത് ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമയായി തീരണമെന്ന് ഞാൻ എല്ലാ സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്നവരിൽ ഭൂരിപക്ഷവും എനിക്കറിയാം അത് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഇങ്ങനൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഈ ഒരു കർത്താവിനെ കുറിച്ച് ലജ്ജിക്കുവാൻ പാടില്ല. അവസരം കിട്ടുമ്പോഴൊക്കെയും ഈ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക, ഇതുപോലെ പ്രസന്റ് ചെയ്യുവാൻ, ഇതുപോലെ അവതരിപ്പിക്കുവാൻ യോഗ്യനായി, ആരാധിക്കുവാൻ യോഗ്യനായി, അനുഗമിക്കുവാൻ യോഗ്യനായി വേറെ ആരുണ്ട്? വേറെ ആരും ഈ ഭൂമിയിലില്ല. നാം എത്രയോ ഭാഗ്യവാന്മാരാണ്. വാസ്തവത്തിൽ കർത്താവിന്റെ ജീവിതത്തെ ഓർത്ത് നാം അഭിമാനം കൊള്ളേണ്ടത് ആവശ്യമാണ്. ഇന്ന് ആരാധിക്കുവാനും അനുഗമിക്കാനും അനുസരിപ്പാനും ഒക്കെ യോഗ്യനായ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ കർത്താവിനെ നമുക്ക് ആരാധിക്കുക, അനുസരിക്കുകയും ചെയ്യാം. ഇനിയും ഇന്ന് കർത്താവിനെ ഒരു വ്യക്തി സ്വീകരിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം? അതും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ. ഫിലിപ്പ് ലേഖനം 2 ഞാൻ നേരത്തെ എല്ലാം വാക്യം ഉദ്ധരിക്കുക. 2:9-10 ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഫിലിപ്പ് 2:9-10 അവിടെ 10:11 അവിടെ പൗലോസ് ഇങ്ങനെ എഴുതുന്നു, അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എന്നത്തെ കാര്യമാണിത് പറയുന്നത്. ഇന്ന് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ, യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചാൽ നമുക്ക് ആത്മരക്ഷയുണ്ട്, നിത്യജീവനുണ്ട്, നമ്മുടെ ഭാവി ഭദ്രമാണ്. എന്നാൽ ഇന്ന് തിരസ്കരിച്ച് ഈ രക്ഷ വേണ്ട എന്ന് പറഞ്ഞ് ഇത്ര വലിയ രക്ഷ അവഗണിച്ചു പോയാൽ അങ്ങനെ രക്ഷപ്പെടാമെന്ന് ആരും ചിന്തിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിലെ സകല മനുഷ്യരും, ആദാം മുതൽ ഇനിയും കർത്താവിന്റെ വരെ ജീവിക്കാൻ പോകുന്ന സകല മനുഷ്യരും ഒരിക്കൽ യേശുക്രിസ്തു മാത്രം കർത്താവെന്ന് പരസ്യമായി ഏറ്റുപറയണം. എങ്ങനെ പറയണം? സകല മുഴങ്കാലും മടങ്ങാം. മുട്ടുമടക്കി നിന്ന് പരസ്യമായിട്ട് യേശു കർത്താവെന്ന് പറയണം. പക്ഷേ അപ്പോൾ കർത്താവെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെ പറഞ്ഞ് സമ്മതിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? നിത്യനരകത്തിലേക്ക് പോവുകയാണ്. എത്രയോ ദുഃഖകരമായ ഒരവസ്ഥയാണ്. ഇന്ന് കർത്താവേ എന്ന് വിളിച്ചാൽ ഉടൻ തന്നെ ആത്മരക്ഷ സൗജന്യമാണ്, നമ്മുടെ ഭാവി ഭദ്രമാണ്. എന്നാൽ ഇന്ന് വിളിച്ചില്ലെങ്കിൽ രക്ഷപ്പെടുകയില്ലാരും, നാളെ വിളിച്ചേ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സമയവും കാലവും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, അത് കുഞ്ഞുങ്ങളാകട്ടെ പ്രായമുള്ളവരാകട്ടെ, നിങ്ങൾക്കുള്ള ഒരു സുവർണാവസരമാണ്. ഈ യേശുവിനെ, ഈ അതുല്യ പുരുഷനായ കർത്താവായ യേശുക്രിസ്തുവിനെ, ആ കർത്താവിനെ പോലെ വേറെ ആരെയും ഈ ലോകം കണ്ടിട്ടില്ല, കാണുകയുമില്ല. ഈ കർത്താവിനെ അഭിമാനത്തോടെ നമുക്ക് ഏറ്റെടുക്കാം. ആ കർത്താവിന്റെ മക്കളാണ്, കർത്താവിന്റെ അനുഗാമികളാണെന്ന് പറയുന്നത് നമുക്ക് അഭിമാനം കൊള്ളാം. അതാണ് ക്രിസ്ത്യാനി എന്നുള്ള വാക്കിന്റെ അർത്ഥം, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. അതുകൊണ്ട് നമുക്ക് ഈ നാളുകൾ പത്രോസ് പറയുന്ന പോലെ ക്രിസ്ത്യാനി എന്ന നാമം ധരിച്ചിട്ട് ലജ്ജിക്കാതെ അതിനെക്കുറിച്ച് അഭിമാനമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം. വരുന്ന ദിവസങ്ങൾ അങ്ങനെ ജീവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെക്കുറിച്ചുള്ള ചെറിയ പഠനം മുഖാന്തരം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും
ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടും.